ഹലോ ഹായ് ലേണിയുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഋതു കൃഷ്ണ. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് MCQ ബേസ്ഡ് ഓൺ ദ ടോപ്പിക് വേവ് ഷേപ്പിംഗ് സർക്യൂട്ട്സ്. വേവ് ഷേപ്പിംഗ് സർക്യൂട്ട്സ് എന്ന് ഒരൊറ്റ ടോപ്പിക്കിൽ നമ്മൾ 25 ക്വസ്റ്റ്യൻസാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് വേഗം വീഡിയോയിലേക്ക് കിടക്കാം. ആദ്യത്തെ ചോദ്യം, ദ ഔട്ട്പുട്ട് ഓഫ് ഷ്മിറ്റ് ട്രിഗർ ഈസ് ഡാഷ്. ദ ഔട്ട്പുട്ട് ഓഫ് ഷ്മിറ്റ് ട്രിഗർ ഈസ് ഡാഷ്. ഓപ്ഷൻസ് നോക്കാം നമുക്ക്. ഓപ്ഷൻ എ സൈൻ വേവ്, ഓപ്ഷൻ ബി സ്ക്വയർ വേവ്, ഓപ്ഷൻ സി റാൻഡം വേവ്, ഓപ്ഷൻ ഡി റെക്റ്റാങ്കുലർ വേവ്. ഷ്മിറ്റ് ട്രിഗറിൻ്റെ ഔട്ട്പുട്ട് എന്തായിരിക്കും? സൈൻ വേവ് ആണോ, സ്ക്വയർ വേവ് ആണോ, റാൻഡം വേവ് ആണോ, അതോ റെക്റ്റാങ്കുലർ വേവ് ആണോ? ഏതാണ് റൈറ്റ് ആൻസർ? എന്താണ് മക്കളെ ഷ്മിറ്റ് ട്രിഗർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ഇറ്റ് ഈസ് എ കമ്പാരേറ്റർ സർക്യൂട്ട് ആണല്ലേ. ഇറ്റ് ഈസ് എൻ ആക്റ്റീവ് സർക്യൂട്ട് വിച്ച് കൺവേർട്സ് ദ അനലോഗ് ഇൻപുട്ട് സിഗ്നൽ ഇൻ ടു ഡിജിറ്റൽ ഔട്ട്പുട്ട് സിഗ്നൽ. അതൊരു കമ്പാരേറ്റർ സർക്യൂട്ടാണ്. അതുപോലെ തന്നെ ഒരു ആക്റ്റീവ് സർക്യൂട്ടാണ്. ഒരു അനലോഗ് ഇൻപുട്ടിനെ എന്താക്കി മാറ്റുന്നു? ഒരു ഡിജിറ്റൽ ഔട്ട്പുട്ട് സിഗ്നലാക്കി മാറ്റുന്നു. അപ്പോൾ ഷ്മിറ്റ് ട്രിഗറിൻ്റെ ഔട്ട്പുട്ട് എന്തായിരിക്കും? നമ്മൾ പറഞ്ഞു അനലോഗ് ഇൻപുട്ടിനെ ഡിജിറ്റൽ ഔട്ട്പുട്ട് സിഗ്നലാക്കി മാറ്റുകയാണ് ചെയ്യുന്നത്. അതിൽ ഷ്മിറ്റ് ട്രിഗറിലെ പേരിൽ ട്രിഗർ എന്ന് കൊടുത്തിട്ടുണ്ട് അല്ലേ. എന്താണ് ആ ട്രിഗറിൻ്റെ അർത്ഥം? The circuit is named as trigger because the output retain its value until the input changes. ഇൻപുട്ടിൽ എന്തെങ്കിലും ചേഞ്ച് ഉണ്ടാകുന്നത് വരെ ഔട്ട്പുട്ട് എന്ത് ചെയ്യും? ആ വാല്യൂ തന്നെ കാണിച്ചുകൊണ്ടിരിക്കും. ഏതാണ്? The circuit is named as trigger because the output retain its value until the input changes. ബേസിക്കലി ഷ്മിറ്റ് ട്രിഗർ എന്തിനാണ് യൂസ് ചെയ്യുന്നത്? ബേസിക്കലി ഷ്മിറ്റ് ട്രിഗർ ക്യാൻ ബി യൂസ് ടു ചേഞ്ച് എ സൈൻ വേവ് ഇൻ ടു സ്ക്വയർ വേവ് അല്ലേ. അപ്പോൾ ഔട്ട്പുട്ട് ഓഫ് ഷ്മിറ്റ് ട്രിഗർ എന്താണ്? നമ്മുടെ ക്വസ്റ്റിൻ്റെ ആൻസർ എന്താണ്? റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ബി സ്ക്വയർ വേവ്. ഓക്കെ, അപ്പോൾ ഷ്മിറ്റ് ട്രിഗർ ക്യാൻ ബി യൂസ് ടു ചേഞ്ച് സൈൻ വേവ് ഇൻ ടു സ്ക്വയർ വേവ് ആൻഡ് ക്ലീൻ അപ്പ് ദ നോയ്സി സിഗ്നൽസ് ആൻഡ് കൺവേർട്ട് ദ സ്ലോ എഡ്ജസ് ഇൻ ടു ദി ഫാസ്റ്റ് എഡ്ജസ്. അപ്പോൾ ബേസിക് ആയുള്ളൊരു യൂസാണ് നമ്മൾ പറഞ്ഞത് അല്ലേ ഷ്മിറ്റ് ട്രിഗറിൻ്റെ. എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞത്? ഷ്മിറ്റ് ട്രിഗർ എന്ന് പറയുന്ന ഒരു കമ്പാരേറ്റർ സർക്യൂട്ടാണ്. ആൻഡ് ഇറ്റ് ഈസ് എൻ ആക്റ്റീവ് സർക്യൂട്ട് വിച്ച് കൺവേർട്സ് അനലോഗ് ഇൻപുട്ട് ഇൻ ടു ഡിജിറ്റൽ ഔട്ട്പുട്ട് സിഗ്നൽ. ട്രിഗർ എന്ന് പേരുള്ള കാരണം എന്താണ്? ഔട്ട്പുട്ട് റിറ്റെയിൻ ഇറ്റ്സ് വാല്യൂ അൺടിൽ ദ ഇൻപുട്ട് ചേഞ്ചസ്. ആൻഡ് ബേസിക്കലി ഷ്മിറ്റ് ട്രിഗർ ക്യാൻ ബി യൂസ് ടു ചേഞ്ച് എ സൈൻ വേവ് ഇൻ ടു സ്ക്വയർ വേവ്. അതുപോലെ തന്നെ നോയ്സി സിഗ്നൽസ് ഒക്കെ ഉണ്ടെങ്കിൽ അതിനെ ക്ലീനപ്പ് ചെയ്യുന്നു, സ്ലോ എഡ്ജസിനെ എന്താക്കി മാറ്റുന്നു? ഫാസ്റ്റ് എഡ്ജസ് ആക്കി മാറ്റുന്നു. അപ്പോൾ നമ്മുടെ ഇവിടുത്തെ റൈറ്റ് ആൻസർ എന്താണ്? ദ ഔട്ട്പുട്ട് ഓഫ് ഷ്മിറ്റ് ട്രിഗർ എന്ന് പറയുന്ന ഒരു സ്ക്വയർ വേവ് ആയിരിക്കും. അടുത്ത ചോദ്യം, ക്ലാമ്പിംഗ് ഈസ് എ പ്രോസസ് ഓഫ് ഇൻട്രൊഡ്യൂസിങ് എ ഓർ ആൻ options. Option A DC level into AC signal, option B AC level into AC signal, option C AC level into a DC signal, option D DC level into a DC signal. ഏതാണ് റൈറ്റ് ആൻസർ? ക്ലാമ്പിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ DC ലെവൽ AC ലെവലിലേക്ക് ആഡ് ചെയ്യണോ, അതോ AC ലെവലാണോ AC സിഗ്നലിലേക്ക് ആഡ് ചെയ്യുന്നത്, അതോ നേരെ തിരിച്ചാണോ? എങ്ങനെയായിരിക്കും വരിക? ഏതായിരിക്കും റൈറ്റ് ആൻസർ? The right answer is option A DC level into an AC signal. Clamping is a process of introducing a DC level into an AC signal. നമുക്കറിയാം ഈ ചോദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിമ്പിൾ ആയിട്ടുള്ളൊരു ചോദ്യമാണ്, പക്ഷേ ആൻസർ തെറ്റാനുള്ള ചാൻസ് കൂടുതലാണ് അല്ലേ. നമുക്ക് കോൺഫിഡൻസ് തരുന്നൊരു ചോദ്യമാണ്. ക്ലാമ്പിംഗ് നമുക്ക് നന്നായിട്ട് അറിയാം, DC ലെവൽ ടു AC സിഗ്നൽ നമുക്കറിയാം. പക്ഷെ ബബിൾ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം. ഓക്കെ, DC ലെവലിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന എയും ഡിയും ഉണ്ട്. അപ്പോൾ നമ്മൾ പെട്ടെന്ന് ചാടി കയറി ഡി എന്ന് ചെയ്യരുത്, ശ്രദ്ധിച്ചിട്ട് വേണം ചെയ്യാൻ. ഓക്കെ, അപ്പോൾ DC ലെവൽ ഇൻ ടു ആൻ AC സിഗ്നലാണ്. റൈറ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ്. ക്ലാമ്പിംഗ് ഈസ് എ പ്രോസസ് ഓഫ് ഇൻട്രൊഡ്യൂസിങ് ആൻ DC level into an AC signal. മൂന്നാമത്തെ ചോദ്യം, an stable multivibrator produces options A sine wave, option B triangular wave, option C sawtooth wave, option D square wave. A stable multivibrator ഏത് വേവ് ആണ് പ്രൊഡ്യൂസ് ചെയ്യുക? സൈൻ വേവ് ആണോ, ട്രയാങ്കുലർ വേവ് ആണോ, sawtooth വേവ് ആണോ, അതോ സ്ക്വയർ വേവ് ആണോ? The right answer is option ഡി സ്ക്വയർ വേവ് അല്ലേ. സ്റ്റേബിൾ മൾട്ടിവൈബ്രേറ്റർ ഏത് വേവാണ് പ്രൊഡ്യൂസ് ചെയ്യുക? സ്ക്വയർ വേവ് ആണ് പ്രൊഡ്യൂസ് ചെയ്യുക. മൾട്ടിവൈബ്രേറ്റേഴ്സ് എന്താണ്? മൾട്ടിവൈബ്രേറ്റേഴ്സ് എന്ന് പറയുന്ന ഒരു സ്വിച്ചിങ് സർക്യൂട്ട് ആണല്ലേ. അത് നോൺ സൈനസോഡൽ വേവ്സ് ആണ് പ്രൊഡ്യൂസ് ചെയ്യുക അല്ലെ. ഇറ്റ് ജനറേറ്റ്സ് നോൺ സൈനസോഡൽ വേവ്സ്. നോൺ സൈനസോഡൽ വേവ്സ് എന്ന് പറയുന്നത് എന്താണ്? സ്ക്വയർ വേവ്, റെക്ടാങ്കുലർ വേവ്, സോട്ടൂത്ത് വേവ് അല്ലേ. ഇറ്റ് ക്യാൻ ബി യൂസ്ഡ് ആസ് എ ഫ്രീക്വൻസി ജനറേറ്റർ, ഫ്രീക്വൻസി ഡിവൈഡർ ആൻഡ് ജനറേറ്റേഴ്സ് ഓഫ് ടൈം ഡിലേസ് ആൻഡ് ഓൾസോ ആസ് മെമ്മറി എലമെൻറ്റ് ഇൻ കമ്പ്യൂട്ടേഴ്സ്. അപ്പോൾ എന്തൊക്കെയായിട്ടാണ് യൂസ് ചെയ്യുന്നത്? ഫ്രീക്വൻസി ജനറേറ്റഡ് ആയിട്ട് യൂസ് ചെയ്യാറുണ്ട്, ഫ്രീക്വൻസി ഡിവൈഡർ ആയിട്ട് യൂസ് ചെയ്യാറുണ്ട്,
ടൈം ഡിലേ ജനറേറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ കമ്പ്യൂട്ടേഴ്സിൽ മെമ്മറി എലമെൻ്റ് ആയിട്ടും യൂസ് ചെയ്യാറുണ്ട്. ബേസിക്കലി മൾട്ടിവൈബ്രേറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇറ്റ് ഈസ് എ 2-സ്റ്റേജ് റെസിസ്റ്റൻസ് കപ്പിൾഡ് ആംപ്ലിഫയർ. ഇറ്റ് ഈസ് എ 2-സ്റ്റേജ് RC കപ്പിൾഡ് ആംപ്ലിഫയർ ആണ് വിത്ത് പോസിറ്റീവ് ഫീഡ്ബാക്ക് ഫ്രം ദ ഔട്ട്പുട്ട് ഓഫ് വൺ ആംപ്ലിഫയർ ടു ദ ഇൻപുട്ട് ഓഫ് ദി അതർ. ഓക്കെ, സോ മൾട്ടിവൈബ്രേറ്റ് എന്ന് പറയുന്നതാണ് ഇറ്റ്സ് എ 2-സ്റ്റേജ് റെസിസ്റ്റൻസ് കപ്പിൾഡ് ആംപ്ലിഫയർ ആണ് വിത്ത് പോസിറ്റീവ് ഫീഡ്ബാക്ക് ആണ് അതിന് വരുന്നത് ഫ്രം ദ ഔട്ട്പുട്ട് ഓഫ് ദ വൺ ആംപ്ലിഫയർ ടു ദ ഇൻപുട്ട് ഓഫ് ദി അതർ. മൾട്ടി വൈബ്രേറ്റേഴ്സിന് ഡിപ്പെൻഡിങ് അപ്പോൺ ദി സ്റ്റേറ്റ്സ്, ഓക്കെ, അതിൻ്റെ സ്റ്റേറ്റ്സിൻ്റെ ഭാഗമായിട്ട് 3 ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. അസ്റ്റേബിൾ മൾട്ടി വൈബ്രേറ്റർ, മോണോസ്റ്റേബിൾ മൾട്ടി വൈബ്രേറ്റർ, ബൈസ്റ്റേബിൾ മൾട്ടി വൈബ്രേറ്റർ അല്ലേ. അസ്റ്റേബിൾ മൾട്ടി വൈബ്രേറ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്? നോ ട്രിഗർ പൾസ് ഈസ് അപ്ലൈഡ്. There is no trigger pulse is applied. This produces a continuous square output. അതുകൊണ്ട് തന്നെ അതിനെ ഫ്രീ റണ്ണിങ് മൾട്ടി വൈബ്രേറ്റർ എന്നാണ് പറയുന്നത്. ഓക്കെ, ഒരു എക്സ്റ്റേണൽ പൾസും കൊടുക്കാതെ ഓട്ടോമാറ്റിക്കലി സ്വിച്ചസ് ചെയ്യുന്നതുകൊണ്ടാണ് അല്ലേ, 2 പോസിബിൾ സ്റ്റേറ്റ്സ് ഉണ്ടായാലും ഓട്ടോമാറ്റിക്കലി സ്വിച്ചസ് ചെയ്യുന്നതുകൊണ്ടാണ് നമ്മൾ അസ്റ്റേബിൾ മൾട്ടി വൈബ്രേറ്ററിനെ ഫ്രീ റണ്ണിങ് മൾട്ടി വൈബ്രേറ്റർ എന്ന് പറയുന്നത് അല്ലേ. മോണോസ്റ്റേബിളിൽ എത്ര സ്റ്റേബിൾ സ്റ്റേറ്റ് ഉള്ളത്? ഒറ്റ സ്റ്റേബിൾ സ്റ്റേറ്റ് അല്ലേ. ബൈസ്റ്റേബിൾ അപ്പോൾ എത്ര സ്റ്റേബിൾ സ്റ്റേറ്റ് ആയിരിക്കും? 2 സ്റ്റേബിൾ സ്റ്റേറ്റ് ആയിരിക്കും അല്ലേ. ബൈസ്റ്റേബിൾ മൾട്ടി വൈബ്രേറ്ററിന്റെ വേറൊരു പേരെന്താണ്? ഫ്ലിപ്പ് ഫ്ലോപ്പ് മൾട്ടി വൈബ്രേറ്റർ എന്നാണ് അല്ലേ. അതുപോലെ തന്നെ മോണോസ്റ്റേബിളിന്റെ ഒരു പേരും കൂടിയുണ്ട്. നമ്മൾ പറഞ്ഞു എസ്റ്റേബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രീ റണ്ണിങ് മൾട്ടി വൈബ്രേറ്റർ എന്ന് പറഞ്ഞു. മോണോസ്റ്റേബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൺ ഷോട്ട് മൾട്ടി വൈബ്രേറ്റർ എന്നും കൂടി പേരുണ്ട്. ബൈസ്റ്റേബിൾ മൾട്ടി വൈബ്രേറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്ലിപ്പ് ഫ്ലോപ്പ് മൾട്ടി വൈബ്രേറ്റർ എന്നും കൂടി പേരുണ്ട്. ഓക്കെ, 4ാമത്തെ ചോദ്യം, ഡിജിറ്റൽ സ്റ്റോറേജ് ഓസിലോസ്കോപ്പ് ഈസ് യൂസ്ഡ് ടു മെഷർ ദ ആംപ്ലിറ്റ്യൂഡ് ഓഫ് ഡാഷ്. Digital storage oscilloscope is used to measure the amplitude of dash. Options നോക്കാം. ഓപ്ഷൻ A sinusoidal, ഓപ്ഷൻ B triangular, ഓപ്ഷൻ C sawtooth, ഓപ്ഷൻ D all of the above. നോക്കിക്കേ, സിമ്പിൾ ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്, പക്ഷേ കോൺഫിഡൻസ് കൂടിയിട്ട് ഓടിക്കേറി ആൻസർ ചെയ്യരുത്. ശ്രദ്ധിച്ചിട്ട് വേണം ആൻസർ ചെയ്യാനായിട്ട് അല്ലേ. DSO അല്ലെങ്കിൽ ഡിജിറ്റൽ സ്റ്റോറേജ് ഓസിലോസ്കോപ്പ് എന്ന് പറയുന്നത് ഏതിൻ്റെ ആംപ്ലിറ്റ്യൂഡ് മെഷർ ചെയ്യാനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്? സൈനുസോഡൽ ആണോ, ട്രയാങ്കുലർ ആണോ, സോട്ടൂത്ത് ആണോ? ഏതാണ് റൈറ്റ് ആൻസർ? റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ഡി, ഓൾ ഓഫ് ദ എബവ് അല്ലേ. സൈനുസോഡൽ മാത്രമല്ല, ട്രയാങ്കുലറിൻ്റെയും സോട്ടൂത്തിൻ്റെയും ഏതൊരു വേവിൻ്റെയും ആംപ്ലിറ്റ്യൂഡ് മെഷർ ചെയ്യാനായിട്ട് നമ്മൾ ഏത് യൂസ് ചെയ്യും? ഡിജിറ്റൽ സ്റ്റോറേജ് ഓസിലോസ്കോപ്പ് നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. DSO അല്ലെങ്കിൽ ഡിജിറ്റൽ സ്റ്റോറേജ് ഓസിലോസ്കോപ്പ് ഈസ് വൺ ഓഫ് ദ ക്ലാസിഫിക്കേഷൻ ഓഫ് സ്പെഷ്യൽ പർപ്പസ് ഓസിലോസ്കോപ്പ്. ബേസിക്കലി സ്പെഷ്യൽ പർപ്പസ് ഓസിലോസ്കോപ്പ് ഈസ് ക്ലാസിഫൈഡ് ഇൻടു 3: ഡുവൽ ബീം ഓസിലോസ്കോപ്പ്, ഡുവൽ ട്രേസ് ഓസിലോസ്കോപ്പ്, ഡിജിറ്റൽ സ്റ്റോറേജ് ഓസിലോസ്കോപ്പ്. ഓക്കെ, സ്പെഷ്യൽ പർപ്പസ് ഓസിലോസ്കോപ്പിൻ്റെ ഒരു ക്ലാസിഫിക്കേഷനാണ് ഡിജിറ്റൽ സ്റ്റോറേജ് ഓസിലോസ്കോപ്പ് എന്ന് പറയുന്നത്. സ്പെഷ്യൽ പർപ്പസ് ഓസിലോസ്കോപ്പ് ബേസിക്കലി 3 ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്: ഡുവൽ ബീം ഓസിലോസ്കോപ്പ്, ഡുവൽ ട്രേസ്, അതുപോലെ തന്നെ ഡിജിറ്റൽ സ്റ്റോറേജ് ഓസിലോസ്കോപ്പ്. ഡുവൽ ബീമിൻ്റെ ബ്രൈറ്റ്നെസ് ഡുവൽ ട്രേസിനേക്കാളും ഇരട്ടിയായിരിക്കും. ഓക്കെ, ഡിജിറ്റൽ സ്റ്റോറേജ് എന്ന് പറയുന്നത് അനലോഗ് ടു ഡിജിറ്റൽ കൺവേർഷന് വേണ്ടി യൂസ് ചെയ്യുന്നതാണ് നമ്മൾ ഡിജിറ്റൽ സ്റ്റോറേജ് ഓസിലോസ്കോപ്പ് എന്ന് പറയുന്നത്. ആൻഡ് ഇറ്റ് വിൽ ബി സ്റ്റോർ ഇൻ ദ ഡിജിറ്റൽ മെമ്മറി. ഓക്കെ, DSO stores the data in digital before it displays the waveform on the screen, which is not present in the CRO. എന്താണ് പറയുന്നത്? CROയിൽ ഇല്ലാത്ത ഒരു ക്യാരക്ടറിസ്റ്റിക്സ് DSOയിലുണ്ട് അല്ലെങ്കിൽ ഡിജിറ്റൽ സ്റ്റോറേജ് ഓസിലോസ്കോപ്പിലുണ്ട്. എന്താണ്? ഇറ്റ് വിൽ ബി സ്റ്റോർ ദ ഡേറ്റ ഇൻ ഡിജിറ്റൽ ബിഫോർ ഇറ്റ് ഡിസ്പ്ലേസ് ദ വേവ് ഫോം അല്ലേ. വേവ് ഫോം ഡിസ്പ്ലേ ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് അത് ഡേറ്റ ഡിജിറ്റൽ മെമ്മറിയിൽ അത് ഡേറ്റ സ്റ്റോർ ചെയ്യാറുണ്ട്. ഏത് DSO. ഓക്കെ, DSOയ്ക്ക് ശരിക്കും 3 മോഡ്സ് ഓഫ് ഓപ്പറേഷൻസ് ആണ് വരുന്നത്: റോൾ മോഡ്, സ്റ്റോർ മോഡ്, ഹോൾഡ് ഓർ സേവ് മോഡ്. ഫാസ്റ്റ് സിഗ്നൽസ് ഇൻ ദ ഡിസ്പ്ലേ സ്ക്രീൻ ഈസ് ബൈ റോൾ മോഡ് ആൻഡ് സ്റ്റോർ മോഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ദ സിഗ്നൽസ് ദാറ്റ് ആർ സ്റ്റോർഡ് ആണ്. ഹോൾഡ് ഓർ സേവ് മോഡ് എന്ന് പറയുമ്പോൾ സെയിം സിഗ്നൽസ് അണ്ടർഗോസ് ഹോൾഡിംഗ് ദ സിഗ്നൽ ഫോർ സം ടൈം അല്ലേ. ചില സിഗ്നൽസ് നമുക്ക് ഹോൾഡ് ചെയ്ത് വെക്കാറുണ്ട്, അതിനെ നമ്മൾ എന്തെന്ന് പറയുന്നത്? ഹോൾഡ് ഓർ സേവ് മോഡ് എന്ന് പറയുന്നത്. സോ ദർ ആർ 3 മോഡ്സ് ഓഫ് ഓപ്പറേഷൻസ്. ഏതൊക്കെയാണ്? റോൾ മോഡ്, സ്റ്റോർ മോഡ്, അതുപോലെ തന്നെ ഹോൾഡ് ഓർ സേവ് മോഡ്. അതുപോലെ തന്നെ DSOയ്ക്ക് 5 ഫങ്ഷണൽ കീസ് ആണുള്ളത്: F1, F2, F3, F4 ആൻഡ് F5. DSOയും CROയും നമ്മൾ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ സം ബ്ലോക്സ് ദാറ്റ് ആർ യൂസ്ഡ് ഇൻ ദ ഡിജിറ്റൽ കൺവേർഷൻസ് ആർ പ്രസന്റ് ഇൻ ദ DSO അല്ലേ. നമുക്കറിയാം ഡിജിറ്റൽ കൺവേർഷൻ യൂസ് ചെയ്യുന്ന ചില ബ്ലോക്കുകൾ, അതായത് ഇപ്പോൾ സാമ്പിൾ ആൻഡ് ഹോൾഡ് സർക്യൂട്ട്, ADC, മെമ്മറി, DAC ഒക്കെ ഏതിൽ പ്രസന്റ് ആണ്? DSOയിൽ പ്രസന്റ് ആണ്. അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. 5ാമത്തെ ചോദ്യം, ഇൻ എ ഡിജിറ്റൽ ക്ലോക്ക് കോൺസ്റ്റന്റ് ഫ്രീക്വൻസി പൾസ് ഈസ് ജനറേറ്റഡ് ബൈ
In a digital clock, the constant frequency pulse is generated by options നോക്കാം നമുക്ക്. ഓപ്ഷൻ എ ബ്ലോക്കിംഗ് ഓസിലേറ്റർ, ഓപ്ഷൻ ബി അസ്റ്റേബിൾ മൾട്ടിവൈബ്രേറ്റർ, ഓപ്ഷൻ സി ബൈസ്റ്റേബിൾ മൾട്ടിവൈബ്രേറ്റർ, ഓപ്ഷൻ ഡി മോണോസ്റ്റേബിൾ മൾട്ടിവൈബ്രേറ്റർ. ഒരു ഡിജിറ്റൽ ക്ലോക്കിൽ ദ കോൺസ്റ്റന്റ് ഫ്രീക്വൻസി പൾസ്, ഫ്രീക്വൻസി അവിടെ കോൺസ്റ്റന്റ് ആണ് കേട്ടോ. ശ്രദ്ധിക്കണം, സംഭവം സിമ്പിളായിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. അങ്ങോട്ട് തിരിച്ചും ട്വിസ്റ്റായിട്ട് ചോദിച്ചു എന്നേ ഉള്ളൂ അല്ലേ. കോൺസ്റ്റന്റ് ഫ്രീക്വൻസി പൾസ് ജനറേറ്റ് ചെയ്യുന്നത് ഏത് മൾട്ടി വൈബ്രേറ്റർ ആണ് അല്ലെങ്കിൽ ഏത് ഓസിലേറ്റർ ആണെന്നാണ് ചോദ്യം. ഏതാണ്? ബ്ലോക്കിംഗ് ഓസിലേറ്റർ ആണോ, അസ്റ്റേബിൾ മൾട്ടി വൈബ്രേറ്റർ ആണോ, ബൈസ്റ്റേബിൾ മൾട്ടി വൈബ്രേറ്റർ ആണോ, മോണോസ്റ്റേബിൾ മൾട്ടി വൈബ്രേറ്റർ ആണോ? കോൺസ്റ്റന്റ് ഫ്രീക്വൻസി പൾസ് എന്ന് പറയുമ്പോൾ there is no stable state, right? So ഒരു ഡിജിറ്റൽ ക്ലോക്കിൽ കോൺസ്റ്റന്റ് ഫ്രീക്വൻസി പൾസ് ജനറേറ്റ് ചെയ്യുന്നത് ഏത് മൾട്ടി വൈബ്രേറ്റർ ആണ്? അതായത് സ്റ്റേബിൾ സ്റ്റേറ്റ് ഒന്നും ഇല്ലാത്ത അല്ലേ, കോൺസ്റ്റന്റ് ആയിട്ടുള്ള ഫ്രീക്വൻസി പൾസ് ജനറേറ്റ് ചെയ്യുന്ന മൾട്ടി വൈബ്രേറ്റർ ഏതാണ്? റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ബി, അസ്റ്റേബിൾ മൾട്ടി വൈബ്രേറ്റർ. ഇൻ എ ഡിജിറ്റൽ ക്ലോക്ക് the constant frequency pulse is generated by അസ്റ്റേബിൾ മൾട്ടി വൈബ്രേറ്റർ. ആറാമത്തെ ചോദ്യം, the charging path and discharging path of the capacitor is different, so the on time and off time of the out pulse are not equal. What is the name of the ratio of on time pulse to the time period? Okay, options നോക്കാം നമുക്ക്. ഓപ്ഷൻ എ ഓഫ് സൈക്കിൾ, ഓപ്ഷൻ ബി ഡ്യൂട്ടി സൈക്കിൾ, ഓപ്ഷൻ സി ടൈം സൈക്കിൾ, ഓപ്ഷൻ ഡി ഓൺ സൈക്കിൾ. ഓൺ ടൈം ടു ഓഫ് ടൈം ആണ് ചോദിച്ചിരിക്കുന്നത്. അത് ക്വസ്റ്റ്യൻ കുറച്ചും കൂടി തെറ്റിക്കാൻ വേണ്ടി കുറച്ച് എക്സ്പാൻഡ് ചെയ്ത് അല്ലെങ്കിൽ എക്സ്പ്ലനേഷൻ ആഡ് ചെയ്ത് ചോദിച്ചു എന്നേ ഉള്ളൂ. കാര്യം എന്താണ്? ഓൺ ടൈം ടു ഓഫ് ടൈം ആണ്. ഏതാണ് റൈറ്റ് ആൻസർ? ദ റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ബി, ഡ്യൂട്ടി സൈക്കിൾ. ഏഴാമത്തെ ചോദ്യം, ഇഫ് ദ പൾസ് റിപ്പീറ്റേഷൻ ഫ്രീക്വൻസി ഓഫ് എ വേവ് ഫോം ഈസ് 1000 Hz, then its PRT will be equal to. പൾസ് റിപ്പീറ്റേഷൻ ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ PRFന്റെ എക്സ്പാൻഷൻ ആണ് അല്ലേ. അപ്പോൾ അത് എത്ര തന്നിട്ടുണ്ട്? 1000 Hz തന്നിട്ടുണ്ട്. അപ്പോൾ PRT അതായത് എന്താ? പൾസ് റിപ്പീറ്റേഷൻ ടൈം ആണ്, ടൈം പീരീഡ് ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഫ്രീക്വൻസി തന്നു കഴിഞ്ഞാൽ നമുക്ക് ടൈം പീരീഡ് കാണാൻ അറിയാം. ഓപ്ഷൻസ് നോക്കാം നമുക്ക്. ഓപ്ഷൻ എ 0.1 ms, ഓപ്ഷൻ ബി 1 ms, ഓപ്ഷൻ സി 10 ms, ഓപ്ഷൻ ഡി 100 ms. ഏതാണ് റൈറ്റ് ആൻസർ? ഫ്രീക്വൻസി തന്നിട്ടുണ്ട്, അത് നമുക്ക് ടൈം പീരീഡ് കണ്ടുപിടിക്കണം, അത്രയേ ഉള്ളൂ അല്ലേ. ഫ്രീക്വൻസി തന്നിട്ടുണ്ട്, നമുക്ക് ടൈം പീരീഡ് കണ്ടുപിടിക്കണം. ഏതാണ് റൈറ്റ് ആൻസർ? ദ റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ബി, 1 ms. എങ്ങനെയാണ് കിട്ടുക? നമുക്കറിയാം F ഈസ് ഈക്വൽ ടു 1/T ആണ്. ഇവിടെ F തന്നിരിക്കുന്നത് 1000 Hz ആണ് അല്ലേ. നമുക്ക് T ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ T ഈസ് ഈക്വൽ ടു 1/F. സോ 1/1000, 1/1000 ഈസ് ഈക്വൽ ടു 1 ms ആണല്ലേ. 1 ms എന്ന് പറഞ്ഞാൽ എത്രയാണ്? 1 മില്ലി സെക്കൻഡ് ആണ്. 1 മില്ലി സെക്കൻഡ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? 1 × 10⁻³ seconds. എട്ടാമത്തെ ചോദ്യം, an RC series circuit can be used as an integrator when output A taken across. അതായത് ഒരു RC സീരീസ് സർക്യൂട്ടിൽ നമ്മളൊരു ഇൻറ്റഗ്രേറ്ററായിട്ട് യൂസ് ചെയ്യുമ്പോൾ ഔട്ട്പുട്ട് എവിടെ നിന്ന് എടുക്കുമ്പോഴാണ് ഒരു ഇൻറ്റഗ്രേറ്ററായിട്ട് യൂസ് ചെയ്യുന്നതാണ് ചോദ്യം അല്ലേ. ഓപ്ഷൻസ് നോക്കാം നമുക്ക്. ഓപ്ഷൻ എ റെസിസ്റ്റർ, ഓപ്ഷൻ ബി കപ്പാസിറ്റർ, ഓപ്ഷൻ സി എയ്തർ ഓഫ് ദ എബവ്, ഓപ്ഷൻ ഡി നൺ ഓഫ് ദിസ്. ഏതാണ് മക്കളെ റൈറ്റ് ആൻസർ? റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ബി, capacitor. An RC series circuit can be used as an integrator when output is taken across a capacitor. ഒൻപതാമത്തെ ചോദ്യം, a multivibrator that generates a square wave of its sound is called dash. A multivibrator that generates square wave of its sound. നോക്കിക്കേ, സെയിം ക്വസ്റ്റ്യൻ ആണ് കേട്ടോ, പക്ഷെ അത് റിപ്പീറ്റ് ചെയ്തൊരു പ്രീവിയസ് ക്വസ്റ്റ്യൻ കൂടിയാണ്. അതുകൊണ്ടാണ് ഞാൻ റിപ്പീറ്റ് ചെയ്ത് പറയുന്നത്. ഈ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് സംഭവം എന്താണ്? സെയിം ആയിട്ടുള്ളത്. ഇത് നോക്കൂ, സെയിം പാറ്റേണിൽ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്. ഒരു മൾട്ടി വൈബ്രേറ്റർ ദാറ്റ് ജനറേറ്റ്സ് എ സ്ക്വയർ വേവ് ഓഫ് ഇറ്റ് സൗണ്ട് എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ കോൺസ്റ്റന്റ് ഫ്രീക്വൻസി പൾസ് ജനറേറ്റ് ചെയ്യുന്ന ഏതാന്ന് പറഞ്ഞു അല്ലേ. അതുപോലെ തന്നെ ക്വാസി സ്റ്റേബിൾ സ്റ്റേറ്റ് അല്ലെങ്കിൽ സ്റ്റേബിൾ സ്റ്റേറ്റ് ഒന്നും ഇല്ലാത്ത മൾട്ടി വൈബ്രേറ്റർ ഏതാണെന്ന് ചോദിച്ചു. അപ്പോൾ ഏതാണ് റൈറ്റ് ആൻസർ? ഓപ്ഷൻസ് നോക്കാം നമുക്ക്. ഓപ്ഷൻ എ മോണോസ്റ്റേബിൾ മൾട്ടി വൈബ്രേറ്റർ, ഓപ്ഷൻ ബി ബൈസ്റ്റേബിൾ മൾട്ടി വൈബ്രേറ്റർ, ഓപ്ഷൻ സി അസ്റ്റേബിൾ മൾട്ടി വൈബ്രേറ്റർ, ഓപ്ഷൻ ഡി നൺ ഓഫ് ദിസ്. ദ റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ, ഒരു സംശയവും വേണ്ട, ഓപ്ഷൻ സി അല്ലെ, അസ്റ്റേബിൾ മൾട്ടി വൈബ്രേറ്റർ ആണ്. ദാറ്റ് ജനറേറ്റ് സ്ക്വയർ വേവ് ഓഫ് ഇറ്റ് സൗണ്ട് ഈസ് കോൾഡ് ആൻ അസ്റ്റേബിൾ മൾട്ടി വൈബ്രേറ്റർ. പത്താമത്തെ ചോദ്യം, എ ലിമിറ്റർ സർക്യൂട്ട് ഈസ് ഓൾസോ നോൺ ആസ്
A limiter circuit is also known as options നോക്കാം നമുക്ക്. Option A clamp circuit, option B chopping circuit, option C clipper circuit, option D chopper circuit. A limiter circuit is also known as clamp circuit ആണോ, ചോപ്പിംഗ് സർക്യൂട്ട് ആണോ, ക്ലിപ്പർ സർക്യൂട്ട് ആണോ, അതോ ചോപ്പർ സർക്യൂട്ട് ആണോ? ഏതാണ് റൈറ്റ് ആൻസർ? ദ റൈറ്റ് ആൻസർ ഈസ് ലിമിറ്റർ സർക്യൂട്ട് ആണ് അല്ലേ. ലിമിറ്റർ സർക്യൂട്ട് എന്ന് പറയുമ്പോൾ ദ റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ സി ക്ലിപ്പർ സർക്യൂട്ട്. 11ാമത്തെ ചോദ്യം, വിച്ച് ഓഫ് ദ ഫോളോയിങ് സർക്യൂട്ട് ഈസ് യൂസ്ഡ് ടു ആഡ് എ ഡി സി ഓഫ്സെറ്റ് ടു എ വേവ് ഫോം? വിച്ച് ഓഫ് ദ ഫോളോയിങ് സർക്യൂട്ട് ഈസ് യൂസ്ഡ് ടു ആഡ് എ ഡി സി ഓഫ്സെറ്റ് ടു വേവ് ഫോം? നോക്കിക്കേ, സെയിം ക്വസ്റ്റ്യൻ ആണ്. ഡി സി ലെവൽ ടു ദ ഇൻപുട്ട് സിഗ്നൽ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അതല്ലേ, ഈ സെയിം ക്വസ്റ്റ്യൻ വീണ്ടും വന്നിട്ടുണ്ട്. പക്ഷെ ക്വസ്റ്റ്യനിലൊരു മാറ്റം വരുത്തിയെന്നേ ഉള്ളൂ. ഡി സി ഓഫ്സെറ്റ് ടു എ വേവ് ഫോം എന്നൊക്കെ ചോദിച്ചു എന്നേ ഉള്ളൂ. ഓപ്ഷൻസ് നോക്കിക്കേ. ഓപ്ഷൻ എ ക്ലാമ്പർ, ഓപ്ഷൻ ബി ക്ലിപ്പർ, ഓപ്ഷൻ സി ആംപ്ലിഫയർ, ഓപ്ഷൻ ഡി റെക്ടിഫയർ. ഏതാണ് റൈറ്റ് ആൻസർ? ഡി സി ഓഫ്സെറ്റ് ടു എ വേവ് ഫോം വിച്ച് ഇസ് ഈക്വൽ ടു ദ ഡി സി ലെവൽ ടു ആൻ ഇൻപുട്ട് സിഗ്നൽ ടു ആൻ എ സി ഇൻപുട്ട് സിഗ്നൽ. അതാണല്ലോ ഈ വേവ് ഫോം എന്ന് പറയുന്നത്. വേവ് ഫോം എന്ന് പറയുമ്പോൾ ഒരു എ സി ഇൻപുട്ട് സിഗ്നൽ ആണല്ലോ. അപ്പം ഏതാണ് റൈറ്റ് ആൻസർ? റൈറ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ക്ലാമ്പർ. Okay, so which of the following circuit is used to add a DC offset to waveform? Clamper circuit is used to add a DC offset to a waveform. 12ാമത്തെ ചോദ്യം, which of the following elements are needed to construct a basic clipper circuit? Which of the following elements are needed to construct a basic clipper circuit? 4 തന്നിട്ടുണ്ട് അല്ലേ. 4 കമ്പോണൻസ് തന്നിട്ടുണ്ട്. റെസിസ്റ്റർ, ഡയോഡ്, കപ്പാസിറ്റർ, ഇൻഡക്ടർ. ഫസ്റ്റ് വൺ റെസിസ്റ്റർ, സെക്കൻഡ് വൺ ഡയോഡ്, തേർഡ് വൺ കപ്പാസിറ്റർ, ഫോർത്ത് വൺ ഇൻഡക്ടർ. ഓപ്ഷൻസ് നോക്കാം നമുക്ക്. ഓപ്ഷൻ എ 1, 2 and 3, അതായത് റെസിസ്റ്ററും ഡയോഡും കപ്പാസിറ്ററും ആണ് ഒരു ക്ലിപ്പർ സർക്യൂട്ട്. ഒരു ക്ലിപ്പർ സർക്യൂട്ട് കൺസ്ട്രക്ട് ചെയ്യാൻ ആവശ്യമുള്ള എലമെന്റ്സ് ആണ് ഓപ്ഷൻ എ തന്നിരിക്കുന്നത്. ഓപ്ഷൻ ബി എല്ലാം ആവശ്യമാണ്. 1, 2, 3 and 4 അല്ലെ. ഓപ്ഷൻ സി 2 and 3, ഓപ്ഷൻ ഡി 1 and 2. ഏതാണ് റൈറ്റ് ആൻസർ? ഒരു ക്ലിപ്പർ സർക്യൂട്ട് ജനറേറ്റ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ കൺസ്ട്രക്ട് ചെയ്യാനായിട്ട് നമുക്ക് ആകെ 2 എലമെന്റ്സ് ആണ് ബേസിക്കലി ആവശ്യമുള്ളത്. ഏതൊക്കെയാണ്? നമുക്കത് അറിയാം അല്ലെ, റെസിസ്റ്ററും ഡയോഡും ആണ്. സോ ദ റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ഡി 1 and 2, ദാറ്റ് ഈസ് റെസിസ്റ്റർ ആൻഡ് ഡയോഡ്. 13ാമത്തെ ചോദ്യം, ഫോർ ക്ലിപ്പിംഗ് ഓഫ് ഇൻപുട്ട് എ സി സിഗ്നൽ ഡാഷ് ഈസ് യൂസ്ഡ്. ഫോർ ക്ലിപ്പിംഗ് ഓഫ് ഇൻപുട്ട് എ സി സിഗ്നൽ ഡാഷ് ഈസ് യൂസ്ഡ്. ഓപ്ഷൻസ് നോക്കാം നമുക്ക്. ഓപ്ഷൻ എ ഡയോഡ്, ഓപ്ഷൻ ബി FET, ഓപ്ഷൻ സി ട്രാൻസിസ്റ്റർ, ഓപ്ഷൻ ഡി ട്രയോഡ്. ഫോർ ക്ലിപ്പിംഗ് ഓഫ് ഇൻപുട്ട് എ സി സിഗ്നൽ റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ എ ഡയോഡ് ഈസ് യൂസ്ഡ് അല്ലെ. നമ്മൾ ഡയോഡും റെസിസ്റ്ററും വെച്ചിട്ട് തന്നെയാണ് ഒരു ക്ലിപ്പർ സർക്യൂട്ട് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഒരു AC ഇൻപുട്ട് സിഗ്നൽ ക്ലിപ്പ് ചെയ്യാനായിട്ട് നമ്മൾ ഏതാ യൂസ് ചെയ്യുന്നത്? ഡയോഡാണ് യൂസ് ചെയ്യുന്നത്. 14ാമത്തെ ചോദ്യം, വിച്ച് സർക്യൂട്ട് ഈസ് കോൾഡ് ദ ലിമിറ്റർ സർക്യൂട്ട്? നോക്കിക്കേ, റിപ്പീറ്റ് ആയിട്ട് വീണ്ടും ഒരു ക്വസ്റ്റ്യൻ വന്നിരിക്കുകയാണ്. ഇത് മുന്നേയും ചോദിച്ചിട്ടുണ്ട്. വിച്ച് സർക്യൂട്ട് ഈസ് കോൾഡ് ദ ലിമിറ്റർ സർക്യൂട്ട്? ഓപ്ഷൻസ് നോക്കാം നമുക്ക്. ഓപ്ഷൻ എ ചോപ്പർ സർക്യൂട്ട്, ഓപ്ഷൻ ബി ക്ലിപ്പർ സർക്യൂട്ട്, ഓപ്ഷൻ സി ചോപ്പിംഗ് സർക്യൂട്ട്, ഓപ്ഷൻ ഡി ക്ലാമ്പ് സർക്യൂട്ട്. ഓക്കെ, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ് അല്ലെ. വിച്ച് സർക്യൂട്ട് ഈസ് കോൾഡ് ദ ലിമിറ്റർ സർക്യൂട്ട്? റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ബി ക്ലിപ്പർ സർക്യൂട്ട്. നമ്മൾ ഓൾറെഡി ഇത് പറഞ്ഞായിരുന്നു അല്ലെ. 15ാമത്തെ ചോദ്യം, ഡാഷ് ആർ യൂസ്ഡ് ടു സെലക്ട് എ പോർഷൻ ഓഫ് ദ ഇൻപുട്ട് വേവ് വിച്ച് ലൈസ് ബിലോ ഓർ എബവ് ഓഫ് റെഫറൻസ് ലെവൽ. ഡാഷ് ആർ യൂസ്ഡ് ടു സെലക്ട് എ പോർഷൻ ഓഫ് ഇൻപുട്ട് വേവ് വിച്ച് ലൈസ് ബിലോ ഓർ എബവ് ദ റെഫറൻസ് ലെവൽസ്. ഓപ്ഷൻസ് നോക്കാം നമുക്ക്. ഓപ്ഷൻ എ സെനഡയോഡ്, ഓപ്ഷൻ ബി ക്ലിപ്പർ, ഓപ്ഷൻ സി ഇൻവെർട്ടർ, ഓപ്ഷൻ ഡി ചോപ്പർ. ഏതാണ് മക്കളെ റൈറ്റ് ആൻസർ? ദ റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ബി. Clippers are used to select a portion of input wave which lies below or above the reference levels. 16ാമത്തെ ചോദ്യം, a diode when connected in series with the output, then the circuit is called dash. A diode when connected series with the output, then the circuit is called. ഓപ്ഷൻസ് നോക്കാം നമുക്ക്. ഓപ്ഷൻ എ ലിമിറ്റർ, ഓപ്ഷൻ ബി സീരീസ് ക്ലിപ്പർ, ഓപ്ഷൻ സി പാരലൽ ക്ലിപ്പർ, ഓപ്ഷൻ ഡി IC വോൾട്ടേജ് റെഗുലേറ്റർ. സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് അല്ലേ. എ ഡയോഡ് വെൻ കണക്റ്റഡ് ഇൻ സീരീസ് വിത്ത് ഔട്ട്പുട്ട് ഇൻ ദ സർക്യൂട്ട് ഈസ് കോൾഡ്. റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ബി സീരീസ് ക്ലിപ്പർ. അടുത്ത ചോദ്യം 17ാമത്തെ ചോദ്യം, ഡാഷ് ഈസ് യൂസ്ഡ് ഇൻ ഓപ്പറേഷൻ ആംപ്ലിഫയർ ടു ഒബ്റ്റെയിൻ ഡിസൈർഡ് ഔട്ട്പുട്ട് വേവ് ഫോം. ഡാഷ് ഈസ് യൂസ്ഡ് ഇൻ ഓപ്പറേഷണൽ ആംപ്ലിഫയർ ടു ഒബ്റ്റെയിൻ ഡിസൈർഡ് ഔട്ട്പുട്ട് വേവ് ഫോം. ഓപ്ഷൻസ് നോക്കാം നമുക്ക്. ഓപ്ഷൻ എ ക്ലിപ്പർ, ഓപ്ഷൻ ബി ഷ്മിറ്റ് ട്രിഗർ, ഓപ്ഷൻ സി ക്ലാമ്പർ, ഓപ്ഷൻ ഡി സാമ്പിൾ ആൻഡ് ഹോൾഡ് സർക്യൂട്ട്. ഓപ്പാമ്പിൾ യൂസ് ചെയ്യുന്നു ഡിസൈർഡ് ഔട്ട്പുട്ട് വേവ് ഫോം കിട്ടാൻ വേണ്ടിയിട്ട്. നമ്മൾ ഓപ്പാമ്പിൾ ഏതാണ് യൂസ് ചെയ്യാറ്? റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ എ
Clipper. Clipper is used in op-amp to obtain desired output waveform. 18ാമത്തെ ചോദ്യം. The clipping level in op-amp is determined by dash. The clipping level in op-amp is determined by dash. ഓപ്ഷൻസ് നോക്കാം നമുക്ക്. ഓപ്ഷൻ എ AC സപ്ലൈ വോൾട്ടേജ്, ഓപ്ഷൻ ബി കൺട്രോൾ വോൾട്ടേജ്, ഓപ്ഷൻ സി റഫറൻസ് വോൾട്ടേജ്, ഓപ്ഷൻ ഡി ഇൻപുട്ട് വോൾട്ടേജ്. ഒരു ഓപ്പാമിൻ്റെ ക്ലിപ്പിംഗ് ലെവൽ ഏത് വോൾട്ടേജ് ആണ് റെഫർ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഏത് വോൾട്ടേജ് ആണ് ഡിറ്റർമൈൻ ചെയ്യുന്നത്, ഏത് വോൾട്ടേജ് ആണ്? ദ റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ സി, റഫറൻസ് വോൾട്ടേജ്. ദ ക്ലിപ്പിംഗ് ലെവൽ ഇൻ op-amp is determined by റഫറൻസ് വോൾട്ടേജ്. ഇതേപോലത്തെ ഒരു ചോദ്യമാണ് നമ്മൾ 15ാമത്തെ ചോദ്യത്തിൽ പറഞ്ഞല്ലേ. 15ാമത്തെ ചോദ്യത്തിൽ നമ്മൾ എന്താണ് പറഞ്ഞത്? ക്ലിപ്പേഴ്സ് ആർ യൂസ്ഡ് ടു സെലക്ട് എ പോർഷൻ ഓഫ് ഇൻപുട്ട് വേവ് വിച്ച് ലൈസ് ബിലോ ഓർ എബവ് ഓഫ് റെഫറൻസ് ലെവൽ എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. 19ാമത്തെ ചോദ്യം. വാട്ട് ഹാപ്പൻസ് ഇഫ് ദ ഇൻപുട്ട് വോൾട്ടേജ് ഈസ് ഹയർ ദാൻ ദ റെഫറൻസ് വോൾട്ടേജ് ഇൻ എ പോസിറ്റീവ് ക്ലിപ്പർ? What happens if the input voltage is higher than the reference voltage in a positive clipper? Options നോക്കാം നമുക്ക്. ഓപ്ഷൻ എ output voltage will be equal to the reference voltage. Option B output voltage is equal to the DC positive voltage. Option C output voltage is equal to the input voltage. Option D all of the mentioned. അപ്പോൾ ഇൻപുട്ട് വോൾട്ടേജ് റെഫറൻസ് വോൾട്ടേജിനേക്കാളും കൂടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? What happens to the output voltage എന്നാണ് ചോദ്യം. The right answer is option A. Output voltage will be equal to reference voltage. 20ാമത്തെ ചോദ്യം. An op-amp clamper circuit is also referred as. An op-amp clamper circuit is also referred as. Options നോക്കാം നമുക്ക്. DC cutter, option B DC inserter, option C DC leveler, option D none of this. An op-amp clamper circuit is also referred as. ഏതാ റൈറ്റ് ആൻസർ? റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ബി DC ഇൻസേർട്ടർ. നമ്മൾ പഠിച്ചതാണ് ക്ലാമ്പർ സർക്യൂട്ട് എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് ആഡിങ് ദ DC ലെവൽ ഇൻ ടു ദ AC ഇൻപുട്ട് സിഗ്നൽ ആണ് അല്ലേ. സോ നമ്മൾ DC ഇൻസേർട്ടർ ആണ് op-amp ക്ലാമ്പർ സർക്യൂട്ടിന്റെ വേറൊരു പേര് അല്ലേ. 21ാമത്തെ ചോദ്യം. വിച്ച് ആർ ദ ഫോളോയിങ് കണ്ടീഷൻസ് ആർ നീഡഡ് ടു സിൻക്രൊണൈസ് ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട് സിഗ്നൽ ബൈ യൂസിങ് PLL? Which are the following conditions are needed to synchronize input and output signals by using PLL? PLL എന്ന് പറഞ്ഞാൽ എന്താണ്? ഫേസ് ലോക്ക്ഡ് ലൂപ്പാണ് അല്ലേ. ഏതൊക്കെ കണ്ടീഷൻസ് ആണ് സാറ്റിസ്ഫൈ ചെയ്യേണ്ടത്? PLL ഇൻപുട്ടും ഔട്ട്പുട്ടും സിഗ്നൽസ് സിൻക്രൊണൈസ് ചെയ്യണമെങ്കിൽ ഏതൊക്കെ കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യണം എന്നാണ് ചോദ്യം. ഓപ്ഷൻസ് നോക്കാം നമുക്ക്. ഓപ്ഷൻ എ ഫേസ് ഡിഫറൻസ് കോൺസ്റ്റന്റ്, ഓപ്ഷൻ ബി ഫ്രീക്വൻസി സെയിം, ഓപ്ഷൻ സി ബോത്ത് A ആൻഡ് B, ഓപ്ഷൻ ഡി ഓൺലി A. ശ്രദ്ധിച്ച് ആൻസർ ചെയ്യണം. അറിയുന്നവരുണ്ടെങ്കിൽ വളരെ നല്ലത് അല്ലേ. പെട്ടെന്ന് പോയി ആൻസർ ചെയ്യരുത്. കറക്റ്റായിട്ട് ചോദ്യം മനസ്സിലാക്കുക, അതിനുശേഷം മാത്രം ഓപ്ഷൻസിലേക്ക് നോക്കുക, എന്നിട്ട് മാത്രം ആൻസർ ചെയ്യുക അല്ലേ. അപ്പോൾ ഏതാണ് റൈറ്റ് ആൻസർ? രണ്ട് സിഗ്നൽസ് സിൻക്രൊണൈസ് ചെയ്യണമെങ്കിൽ ഓപ്ഷൻ എ നോക്കൂ, ഫേസ് ഡിഫറൻസ് കോൺസ്റ്റന്റ് ആയിരിക്കണം. അതെ, അത് കോൺസ്റ്റന്റ് തന്നെ ആയിരിക്കണം. പക്ഷെ ഓപ്ഷൻ ഡിയിൽ ഓൺലി എ എന്നും കൊടുത്തിട്ടുണ്ട്. ഓപ്ഷൻ ബി നോക്കൂ, ഫ്രീക്വൻസി സെയിം ആയിരിക്കണം അല്ലേ. രണ്ടെണ്ണം സിൻക്രൊണൈസ് ചെയ്യണമെങ്കിൽ ഇൻപുട്ടും ഔട്ട്പുട്ടും സിൻക്രൊണൈസ് ചെയ്യണമെങ്കിൽ ഫേസ് ഡിഫറൻസ് രണ്ടും ഒന്നില്ലെങ്കിൽ ഇൻഫേസ് ആയിരിക്കണം അല്ലേ. തന്നെ ഫ്രീക്വൻസി എന്ന് പറയുന്നത് സെയിം ആയിരിക്കണം. സോ റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ സി ബോത്ത് A ആൻഡ് B. നമ്മൾ പറഞ്ഞു PLL എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഫേസ് ലോക്ക്ഡ് ലൂപ്പാണ്. അതൊരു നോൺ ലീനിയർ ഫീഡ്ബാക്ക് സിസ്റ്റം ആണ് that tracks the phase of the input signal and minimize the phase error at local oscillator. ഇത് കോമൺലി നമ്മൾ യൂസ് ചെയ്യുന്നത് കോഹറന്റ് ഡീമോഡുലേഷനിലാണ്. നമ്മൾ PLL കോമൺലി നമ്മൾ യൂസ് ചെയ്യാറുള്ളത്. ഒരു കാര്യം ശ്രദ്ധിക്കുക, PLL ഒരിക്കലും ഫേസ് ഈക്വൽ ആകത്തില്ല. PLL ഡസ് നോട്ട് മേക്ക് ദ ഫേസ് ഈക്വൽ, ജസ്റ്റ് മേക്ക് ദ ഫേസ് ഡിഫറൻസ് കോൺസ്റ്റന്റ്. അത് വളരെയധികം ശ്രദ്ധിക്കണം കേട്ടോ. ഫേസ് ഡിഫറൻസ് between two signals changes, then the frequency is different. If the phase difference between two signals എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആണെങ്കിൽ ഫ്രീക്വൻസിയും അവിടെ കോൺസ്റ്റന്റ് ആയിരിക്കും. മനസ്സിലായില്ലേ? ഫേസ് ഡിഫറൻസ്, രണ്ട് സിഗ്നൽസിന്റെ ഫേസ് ഡിഫറൻസ് ചേഞ്ച് ആയതിന്റെ അർത്ഥം എന്താണ്? ഫ്രീക്വൻസി ഡിഫറെന്റ് ആണെന്നാണ് അർത്ഥം. അതുകൊണ്ട് ഫേസ് ഡിഫറൻസ് കോൺസ്റ്റന്റ് ആയെന്നുള്ളതിന്റെ അർത്ഥം എന്താണ്? ഫ്രീക്വൻസി അവിടെ കോൺസ്റ്റന്റ് ആണെന്നാണ് അർത്ഥം. അതുകൊണ്ട് തന്നെ ഇഫ് യു വാണ്ട് ടു സിൻക്രൊണൈസ് ടു സിഗ്നൽസ്, ടു കണ്ടീഷൻസ് നീഡ് ടു ഫോളോ. ദ ഫസ്റ്റ് വൺ കണ്ടീഷൻ ഈസ് ഫേസ് ഡിഫറൻസ് എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആയിരിക്കണം. അതുപോലെ തന്നെ ഫ്രീക്വൻസി എന്ന് പറയുന്നത് സെയിം ആയിരിക്കണം. നമ്മൾ എന്തുകൊണ്ടാണ് PLL യൂസ് ചെയ്യാനുള്ള കാരണം? വൈ PLL എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു സർക്യൂട്ടിൽ ഒരു ക്രിസ്റ്റൽ ഓസിലേറ്ററും ഒരു VC ഉണ്ടെന്ന് വിചാരിക്കുക. ക്രിസ്റ്റൽ ഓസിലേറ്റർ എന്താണ്?
നമുക്കറിയാം ക്രിസ്റ്റൽ ഓസിലേറ്റർ പ്രൊവൈഡ് ചെയ്യുന്നത് ഹൈ ഫ്രീക്വൻസി സ്റ്റെബിലിറ്റി ആയിട്ടുള്ള ഒരു സിഗ്നൽ ആയിരിക്കും. ഒരു കാരിയർ ഫ്രീക്വൻസി പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ക്രിസ്റ്റൽ ഓസിലേറ്റർ എന്ന് പറയുന്ന ഒരു കാരിയർ ഫ്രീക്വൻസി ജനറേറ്റർ ആണ്. അത് പ്രൊവൈഡ് ചെയ്യുന്നത് ഹൈ ഫ്രീക്വൻസി സ്റ്റെബിലിറ്റി ഉള്ള ഒരു സിഗ്നൽ ആയിരിക്കും. പക്ഷേ അതിന്റെ ഫ്രീക്വൻസി നമ്പർ അല്ലെങ്കിൽ നമ്പർ ഓഫ് ഫ്രീക്വൻസീസ് എന്ന് പറയുന്നത് ക്രിസ്റ്റൽ ഓസിലേറ്ററിൽ കുറവായിരിക്കും. ഒരു VCO എന്ന് പറയുന്നത് ഒരു ഓസിലേറ്റർ ദാറ്റ് ഹാവിംഗ് ഹൈ ഫ്രീക്വൻസി ആണ്, പക്ഷേ സ്റ്റെബിലിറ്റി അവിടെ കുറവാണ്. നോക്കിക്കേ, രണ്ടിലും ഒരു പ്രശ്നം വന്നല്ലേ, രണ്ടും ഒരു അസിൻക്രണൈസ് ആയി മാറി. ഏതൊക്കെ? ഒരു ക്രിസ്റ്റൽ ഓസിലേറ്റർ എടുക്കുകയാണെങ്കിൽ അതുപോലെ തന്നെ ക്രിസ്റ്റൽ ഓസിലേറ്റർ എന്ന് പറയുന്നത് ഹൈ ഫ്രീക്വൻസി സ്റ്റെബിലിറ്റി പ്രൊവൈഡ് ചെയ്യുന്നു, പക്ഷേ ഫ്രീക്വൻസി അവിടെ കുറവാണ്. VCO എന്ന് പറയുന്നത് ഹൈ ഫ്രീക്വൻസി പ്രൊവൈഡ് ചെയ്യുന്നു, പക്ഷേ സ്റ്റെബിലിറ്റി അവിടെ കുറവാണ്. അപ്പം നമുക്ക് രണ്ടും സിൻക്രണൈസ് ചെയ്യണമെങ്കിൽ വി ആർ യൂസിങ് PLL, റൈറ്റ്? PLL എങ്ങനെയാണ് നമ്മൾ എന്തൊക്കെ കണ്ടീഷൻസ് ആണ് സിൻക്രണൈസ് ചെയ്യണമെങ്കിൽ നമ്മൾ ചെയ്യുന്നത്? ഫേസ് ഡിഫറൻസ് കോൺസ്റ്റന്റ് ആയിരിക്കണം, ഫ്രീക്വൻസി എന്ന് പറയുന്നത് സെയിം ആയിരിക്കണം. 22ാമത്തെ ചോദ്യം, PLL can acquire lock state when input signal is within dash range. PLL can acquire lock state when input signal is within dash range. ഓപ്ഷൻസ് നോക്കാം നമുക്ക്. ഓപ്ഷൻ A ഫ്രീ റണ്ണിംഗ് റേഞ്ച്, ഓപ്ഷൻ B ക്യാപ്ചർ റേഞ്ച്, ഓപ്ഷൻ C ഫേസ് ലോക്ക് റേഞ്ച്, ഓപ്ഷൻ D ഓൾ ഓഫ് ദ എബോവ്. PLL ലോക്ക് സ്റ്റേറ്റ് ആകണമെങ്കിൽ, അതായത് ഫേസ് അവിടെ ലോക്ക് ആകണമെങ്കിൽ ഇൻപുട്ട് സിഗ്നൽ ഏത് റേഞ്ചിൽ വരണം എന്നാണ് ചോദ്യം, അല്ലെ? ഫ്രീ റണ്ണിംഗ് റേഞ്ച് ആണോ, ക്യാപ്ചർ റേഞ്ച് ആണോ, ഫേസ് ലോക്ക് റേഞ്ച് ആണോ, അതോ എല്ലാ റേഞ്ചിലും വന്നു കഴിഞ്ഞാൽ PLL ഇൻപുട്ട് സിഗ്നൽ, PLL ഇൻപുട്ട് സിഗ്നൽ എന്ന് പറയുന്നത് എങ്ങനെയാണ് ആ ലോക്ക് സ്റ്റേറ്റിൽ വരുന്നത്, അല്ലെ? The right answer is option B, capture range. PLL can acquire lock state when input signal is within capture range. ഫേസ് ലോക്ക് ലൂപ്പിൽ വരുമ്പോൾ നമ്മൾ ബേസിക്കലി 3 ആയിട്ടുള്ള റേഞ്ചസ് ആണുള്ളത്. ഏതൊക്കെയാണ്? ഫ്രീ റണ്ണിംഗ് റേഞ്ച്, ക്യാപ്ചർ റേഞ്ച്, ഫേസ് ലോക്ക് റേഞ്ച്. ഫ്രീ റണ്ണിംഗ് റേഞ്ച് എന്ന് പറയുമ്പോൾ നമ്മളൊരു ഇൻപുട്ട് അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ VCOയിൽ എങ്ങനെയായിരിക്കും ആ ഫ്രീക്വൻസിയിൽ ഉണ്ടാകുന്ന വേരിയേഷൻസ്, അല്ലെ? നമ്മളൊരു ഇൻപുട്ട് അപ്ലൈ ചെയ്തിട്ടില്ലെങ്കിൽ PLL എന്ന് പറയുന്നത് ഫ്രീ റണ്ണിംഗ് സ്റ്റേറ്റിലായിരിക്കും. അപ്പോൾ VCO ഒരു കോൺസ്റ്റന്റ് ഫ്രീക്വൻസി റേഞ്ച് സിഗ്നൽ ആയിരിക്കും ഉണ്ടായിരിക്കുക. അപ്പോൾ നമുക്ക് കൊടുത്തിരിക്കുന്ന ഫ്രീക്വൻസി എന്ന് പറയുന്നത് അവിടെ കോൺസ്റ്റന്റ് ആയിരിക്കും. അതാണ് എന്തെന്ന് പറയുന്നത്? ഫ്രീ റണ്ണിംഗ് റേഞ്ച് എന്ന് പറയുന്നത്. ഇനി നമ്മൾ ക്യാപ്ചർ റേഞ്ചിലേക്ക് കടന്നു കഴിഞ്ഞാൽ എന്താണ് ക്യാപ്ചർ റേഞ്ച്? നമ്മൾ ക്യാപ്ചർ റേഞ്ചിൽ നമ്മൾ പറഞ്ഞു ഫ്രീ റണ്ണിംഗ് റേഞ്ച് എന്ന് പറഞ്ഞാൽ ഇൻപുട്ട് ഫ്രീക്വൻസി അപ്ലൈ ചെയ്യുന്നതിന് മുന്നത്തെ റേഞ്ചാണ് ഫ്രീ റണ്ണിംഗ് റേഞ്ച് എന്ന് പറയുന്നത്, അല്ലെ? അവിടെ കോൺസ്റ്റന്റ് ആയിട്ടുള്ള ഫ്രീക്വൻസി ആയിരിക്കും കാണിക്കുക. ക്യാപ്ചർ റേഞ്ച് എന്ന് പറഞ്ഞാൽ ഇൻപുട്ട് ഫ്രീക്വൻസി അപ്ലൈ ചെയ്തതിന് ശേഷം VCOയുടെ ഫ്രീക്വൻസി ഇങ്ങനെ കണ്ടിന്യൂസ്ലി ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും until it will be equal to the input frequency. VCO ഫ്രീക്വൻസി ഇൻപുട്ട് ഫ്രീക്വൻസിക്ക് ഈക്വൽ ആകുന്നത് വരെ ക്യാപ്ചർ റേഞ്ചിൽ ഇൻപുട്ട് ഫ്രീക്വൻസി അപ്ലൈ ചെയ്തതിന് ശേഷം VCO കണ്ടിന്യൂസ് ടു ചേഞ്ച് ദ ഫ്രീക്വൻസി until it is equal to the input frequency. ആ റേഞ്ചിന് നമ്മൾ ഇതെന്ന് പറയുന്നത് ക്യാപ്ചർ റേഞ്ച് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഇൻപുട്ട് അപ്ലൈ ചെയ്യുന്നതിന് മുന്നത്തെ ഫ്രീക്വൻസി അല്ലെങ്കിൽ മുന്നത്തെ റേഞ്ചാണ് ഏത്? ഫ്രീ റണ്ണിംഗ് റേഞ്ച്, അല്ലെ? ഇൻപുട്ട് ഫ്രീക്വൻസി അപ്ലൈ ചെയ്തതിന് ശേഷമുള്ള റേഞ്ചാണ് ഏത്? ക്യാപ്ചർ റേഞ്ച്, അല്ലെ? മൂന്നാമത്തെ റേഞ്ച് ഏതാണ്? ഫേസ് ലോക്ക് റേഞ്ച് ആണ്. ഏത് ഫ്രീക്വൻസിയിൽ വെച്ചിട്ടാണ് ഇൻപുട്ട് ഫ്രീക്വൻസി എന്ന് പറയുന്നത് ഔട്ട്പുട്ട് ഫ്രീക്വൻസിക്ക് ഈക്വൽ ആകുന്നത് അല്ലെങ്കിൽ അവിടെ ഫേസ് ലോക്ക് സംഭവിക്കുന്നത്, ആ റേഞ്ചിനെയാണ് നമ്മൾ ഫേസ് ലോക്ക് റേഞ്ച് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യനിൽ പറയുന്ന പോലെ തന്നെ PLL can acquire the lock state when input signal is within the capture range. ക്യാപ്ചർ റേഞ്ചിലായാൽ മാത്രമാണ് PLLന് ഏത് റേഞ്ച് അക്യൂർ ചെയ്യാൻ പറ്റത്തുള്ളൂ? ലോക്ക് സ്റ്റേറ്റ് അക്യൂർ ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. 23ാമത്തെ ചോദ്യം, വിച്ച് ഓഫ് ദ ഫോളോയിങ് ആർ കറക്റ്റ് അബൌട്ട് ലോ പാസ് ഫിൽറ്റർ LPF, അല്ലെ? ഓപ്ഷൻസ് നോക്കാം നമുക്ക്. ഓപ്ഷൻ A റിമൂവ് ഹൈ ഫ്രീക്വൻസി നോയ്സ്, ഓപ്ഷൻ B പ്രൊഡ്യൂസ് DC സിഗ്നൽ, ഓപ്ഷൻ C മാക്സിമം ഗെയിൻ ഓൺ ലോ ഫ്രീക്വൻസീസ്, ഓപ്ഷൻ D ഓൾ ഓഫ് ദ എബോവ്. ലോ പാസ് ഫിൽറ്ററുടെ കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ഏതാണെന്നാണ് ചോദ്യം. ഇറ്റ് റിമൂവ് ഹൈ ഫ്രീക്വൻസി നോയ്സ് കറക്റ്റ് ആണ്. ഇറ്റ് പ്രൊഡ്യൂസ് DC സിഗ്നൽ അതും കറക്റ്റ് ആണ്. ഓപ്ഷൻ C ടു പ്രൊവൈഡ് ദ മാക്സിമം ഗെയിൻ ഓൺ ലോ ഫ്രീക്വൻസീസ് കറക്റ്റ് ആണ്. സോ റൈറ്റ് ആൻസർ ഇസ് ഓപ്ഷൻ D ഓൾ ഓഫ് ദ എബോവ്. 24ാമത്തെ ചോദ്യം, വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഈസ് എ VCO? താഴെ കൊടുത്തിരിക്കുന്നതിൽ ഏതാണ് VCO എന്നാണ് ചോദ്യം. ഓപ്ഷൻസ് നോക്കാം നമുക്ക്. ഓപ്ഷൻ A LM566, ഓപ്ഷൻ B LM741, ഓപ്ഷൻ C LM565, ഓപ്ഷൻ D none of this. ഏതാണ് VCO? The right answer is option A LM566. ഓപ്ഷൻ B നോക്കൂ, LM741 അതെന്താണ്? അതൊരു ഓപ്പറേഷണൽ ആംപ്ലിഫയർ ആണ്, അല്ലെ? ഓപ്ഷൻ C LM565 എന്താണത്? ഫേസ് ലോക്ക് ലൂപ്പ് ആണ്, അല്ലെ? അപ്പോൾ LM566 എന്താണ്? VCO ആണെങ്കിൽ വോൾട്ടേജ് കൺട്രോൾ ഓസിലേറ്റർ ആണ്. 25ാമത്തെ ചോദ്യം, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് കറക്റ്റ്?
ഓപ്ഷൻസ് നോക്കാം നമുക്ക്. ഓപ്ഷൻ എ, ഫേസ് ഡിറ്റക്ടർ ഈസ് ആക്ട് എസ് എ മൾട്ടിപ്ലയർ. ഓപ്ഷൻ ബി, ലോ പാസ് ഫിൽറ്റർ റിമൂവ് ലോ ഫ്രീക്വൻസി സിഗ്നൽസ്. ഓപ്ഷൻ സി, VCO ജനറേറ്റ് ലോ ഫ്രീക്വൻസി സിഗ്നൽ. ഓപ്ഷൻ ഡി, ഓൾ ഓഫ് ദ എബോവ്. നോക്കിക്കേ ഏത് സ്റ്റേറ്റ്മെന്റ് ആണ് കറക്റ്റ് എന്നാണ്. ഓപ്ഷൻസ് നോക്കാം നമുക്ക്. ഓപ്ഷൻ എയിൽ ഫേസ് ഡിറ്റക്ടർ ഈസ് ആക്ട് എസ് എ മൾട്ടിപ്ലയർ, ആ സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്. പിന്നെ ബാക്കിയുള്ള കാര്യങ്ങൾ നമ്മൾ നോക്കേണ്ട കാര്യമില്ല, പക്ഷെ നമ്മളിപ്പോൾ പഠിക്കുകയാണ്. അപ്പോൾ ഓപ്ഷൻ ബി നമ്മൾ നോക്കണം. LPF റിമൂവ് ലോ ഫ്രീക്വൻസി സിഗ്നൽ. LPF ഒരിക്കലും ലോ ഫ്രീക്വൻസി സിഗ്നൽ റിമൂവ് ചെയ്യില്ല അല്ലേ. അപ്പോൾ ഓപ്ഷൻ ബിയും തെറ്റാണ്. ഓപ്ഷൻ സി നോക്കിക്കേ, VCO ജനറേറ്റ് ലോ ഫ്രീക്വൻസി സിഗ്നൽ, അതും തെറ്റാണ്. സോ ദ റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ എ, ഫേസ് ഡിറ്റക്ടർ ഈസ് ആക്ട് എസ് എ മൾട്ടിപ്ലയർ. ഓക്കെ, അപ്പം നമ്മൾ വേവ് ഷേപ്പിംഗ് സർക്യൂട്ട്സിൽ 25 ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തു. എടുത്ത കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് വളരെ വ്യക്തമായി മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു. മനസ്സിലായിട്ടുണ്ടെങ്കിൽ നമ്മൾ ലേൺ എന്നുള്ള ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക്സ് ഫോർ യുവർ ടൈം. ബൈ.